കൊല്ലം നിയമസഭാ മണ്ഡലം ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കുമെന്ന് LDFന്റെ സ്ഥാനാർത്ഥി എസ് ജയമോഹൻ പറയുന്നു. തനിക്ക് വിജയം ഉറപ്പാണെന്നും ജയമോഹൻ 24 പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഈ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് കൊല്ലം മണ്ഡലം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. എന്ത് തോന്നുന്നു? എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഒരു ടൈറ്റ് ഫൈറ്റ് എന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തോന്നുന്നില്ല. എല്ലാവരും വീടുകളിൽ കയറി സംസാരിക്കുമ്പോൾ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ മുന്നോട്ട് പോകണം. ഒരു ഒരുമയാണ് ആവശ്യമെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരും വിശ്വാസികളും എല്ലാമായിട്ടുള്ള ആളുകൾ ഒപ്പം നിൽക്കുന്നതായിട്ടാണ് എവിടെയും കാണാൻ കഴിയുന്നത്. 2001 ശേഷം പിന്നീട് ഇങ്ങോട്ട് LDFന്റെ കയ്യിൽ തന്നെയായിരുന്നു ഈ മണ്ഡലം ഉണ്ടായിരുന്നത്. വലത്തോട്ട് പോയിട്ടേയില്ല. ഇത്തവണ പക്ഷേ UDFന് വലിയ പ്രതീക്ഷയുണ്ട്. ഇത് ഇടത്തോട്ട് തന്നെ വിധി എഴുതുമ്പോഴും അവർ റിസൾട്ട് വരുന്നത് വരെ വലത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും പറയാറുണ്ട്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഇടത്തോട്ടാണ് എന്നുള്ളത് അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്, ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് സഖാവ്. മറ്റൊന്ന്, ഈ മുമ്പ് എങ്ങും ഇല്ലാത്ത തരത്തിലൊരു ഡീൽ ആരോപണം ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ അങ്ങനെ എന്തെങ്കിലും ഡീലിങ്സ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ തന്നെ പരിശോധിച്ചാൽ എവിടെയാണ് ഡീൽ നടക്കുന്നതെന്ന് ബോധ്യപ്പെടും. എന്തായാലും കൊല്ലം നിയമസഭാ മണ്ഡലം ഇത്തവണയും ചുവന്നു തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് LDF സ്ഥാനാർത്ഥി എസ് ജയമോഹൻ തന്റെ പ്രചാരണം തുടരുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.